ഒരു നിമിഷം നിങ്ങൾ കണ്ണടച്ച് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ഭക്ഷണം ഏതാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. മിക്കവാറും നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക പഞ്ചസാരയായിരിക്കും. പല രോഗങ്ങളുടെയും മൂലകാരണമായി നാം പതിവായി പഴിചാരുന്ന വെള്ളവിഷം. എന്നാൽ നിങ്ങളോട് ഒരു ഞെട്ടിക്കുന്ന സത്യം പറയട്ടെ. പഞ്ചസാരയേക്കാൾ നമ്മുടെ ശരീരത്തെയും ആരോഗ്യത്തെയും നിശബ്ദമായി ഇല്ലാതാക്കുന്ന ഒരു രാക്ഷസൻ നമ്മുടെ അടുക്കളയിലും തീന്മേശയിലും ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് ഒരുതരം കാർബോഹൈഡ്രേറ്റ് ആണ്. പക്ഷേ ഇതിനെ പഞ്ചസാരയുടെ പട്ടികയിൽ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ ഭീകരതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പഞ്ചസാര എത്രയോ നിസ്സാരം മാത്രമാണെന്ന് നിങ്ങൾക്ക് തോന്നും. നാം സംസാരിച്ചു വരുന്നത് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ഒന്നാം നമ്പർ കാർബോഹൈഡ്രേറ്റിനെ പറ്റിയാണ്. അതാണ് ഇൻഡസ്ട്രിയൽ സ്റ്റാർച്ച് അഥവാ പരിഷ്കരിച്ച അന്നജം. ഇതൊരു സാധാരണ കിഴങ്ങിൽ നിന്നോ ധാന്യത്തിൽ നിന്നോ ഉണ്ടാക്കുന്ന അന്നജമല്ല. ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാക്കി വ്യാവസായിക തലത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ അന്നജം നമ്മൾ കഴിക്കുമ്പോൾ രക്തത്തിൽ ഉണ്ടാക്കുന്ന പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്കറിയാവുന്ന ഏതൊരു പഞ്ചസാരയേക്കാളും എത്രയോ വലുതാണ്. അതായത് നിങ്ങൾ ഒരു കപ്പ് പഞ്ചസാര കഴിക്കുന്നതിൻ്റെ ഫലം ഇത് ഒരു സ്പൂൺ കഴിക്കുമ്പോൾ ഉണ്ടാക്കുന്നു. പക്ഷേ ഇതിന് മധുരം കുറവായതിനാൽ ഇത് പഞ്ചസാരയാണെന്ന് ആരും തിരിച്ചറിയുന്നില്ല. സാധാരണ ടേബിൾ ഷുഗറിൻ്റെ ഗ്ലൈസെമിക് സൂചിക ഏകദേശം 65 ആണ്. എന്നാൽ സാധാരണയായി ഇൻഡസ്ട്രിയൽ സ്റ്റാർച്ചായി ഉപയോഗിക്കുന്ന മാൾട്ടോഡെക്സ്ട്രിൻ്റെ GI അഥവാ ഗ്ലൈസെമിക് സൂചിക 106 മുതൽ 135 വരെയാണ്. ഇതിൻ്റെ ആദ്യത്തെ ഇര നമ്മുടെ ഇൻസുലിൻ പ്രതിരോധശേഷിയാണ്. ഈ പരിഷ്കരിച്ച അന്നജം ശരീരത്തിലെത്തുമ്പോൾ വളരെ പെട്ടെന്ന് ഗ്ലൂക്കോസായി മാറുന്നു. ഈ ഗ്ലൂക്കോസിന്റെ കുത്തൊഴുക്ക് നിയന്ത്രിക്കാൻ പാടുപെടുന്ന നമ്മുടെ പാൻക്രിയാസ് അമിതമായി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു. കാലക്രമേണ കോശങ്ങൾക്ക് ഇൻസുലിനെ തിരിച്ചറിയാനാവാതെ വരുന്നു. അതാണ് ടൈപ്പ് 2 ഡയബറ്റീസിന്റെ മുന്നോടി. ഇൻസുലിൻ പ്രതിരോധം ശക്തമാകുമ്പോൾ അടുത്തതായി സംഭവിക്കുന്നത് നമ്മുടെ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുകയും ഫാറ്റി ലിവർ എന്ന രോഗാവസ്ഥയിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതുകൂടാതെ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് ചുറ്റും അടിഞ്ഞുകൂടുന്ന വിസറൽ ഫാറ്റിന്റെ പ്രധാന കാരണം ഈ അന്നജമാണ്. ഈ കൊഴുപ്പാണ് ഹൃദയാഘാതം, പക്ഷാഘാതം തുടങ്ങിയ വലിയ രോഗങ്ങളിലേക്ക് നയിക്കുന്നത്. നമ്മുടെ കുടലിലെ നല്ല ബാക്ടീരിയകളെ നശിപ്പിക്കുകയും ദോഷകാരികളായ ബാക്ടീരിയകൾക്ക് വളരാൻ അവസരം നൽകുകയും ചെയ്യുന്ന ഒരു ഭീകരനാണ് ഈ അന്നജം. ഇത് ശരീരത്തിൽ വലിയ വീക്കം അഥവാ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു. സന്ധികളിലും പ്രധാനമായും കുടലിലും ഈ വീക്കം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. നമ്മുടെ ധമനികളുടെ ഉൾവശം നശിപ്പിക്കുകയും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്ന ഏറ്റവും മോശപ്പെട്ട കൊളസ്ട്രോളായ സ്മാൾ പാർട്ടിക്കിൾ LDL കണങ്ങളെ ഉണ്ടാക്കുന്നതിൽ ഇതിന് വലിയ പങ്കുണ്ട്. ഇതിന്റെ വിലയോ 1 കിലോയ്ക്ക് കേവലം 20 രൂപയിൽ താഴെ മാത്രം. ഇതിനു കാരണം സർക്കാരുകളുടെ സാമ്പത്തിക സഹായത്തോടെയാണ് ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നതാണ്. ഈ കുറഞ്ഞ വിലയും ഉൽപ്പന്നങ്ങൾക്ക് അധിക ഭാരം നൽകാനുള്ള കഴിവുമാണ് വ്യവസായികൾ ഇതിനെ ഒരു ഫില്ലറായി ഉപയോഗപ്പെടുത്താൻ കാരണം. അതിലൂടെ അവർക്ക് ലാഭം വർദ്ധിപ്പിക്കാം. ആരോഗ്യപരമായ ഒരു ഗുണവും ഇതിനില്ല. എങ്കിലും ഇത് ഉൽപ്പന്നത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. ഒരു ശരാശരി മനുഷ്യൻ പ്രതിവർഷം 65 മുതൽ 250 പൗണ്ട് വരെ, അതായത് ഏകദേശം 30 മുതൽ 113 കിലോ ഈ അന്നജം അറിയാതെ അകത്താക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഇൻഡസ്ട്രിയൽ സ്റ്റാർച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? അന്നജത്തെ ലാബുകളിൽ വെച്ച് രാസപരമായി പരിഷ്കരിക്കുന്നു. അന്നജത്തിന്റെ സ്വാഭാവികമായ കവചമായ നാരുകൾ അഥവാ ഫൈബർ ഇതിൽ നിന്ന് പൂർണ്ണമായും നീക്കം ചെയ്യുന്നു. പഞ്ചസാര തന്മാത്രകളെ ബന്ധിപ്പിക്കുന്ന കണ്ണി ദുർബലമാക്കുന്നു. അതുകൊണ്ടാണ് ഇത് വായിലെത്തുമ്പോൾ തന്നെ വളരെ വേഗത്തിൽ ഗ്ലൂക്കോസായി വിഘടിക്കുന്നത്. നമ്മുടെ വീട്ടിലെ ചോറോ ഒരു കഷ്ണം ബ്രെഡോ വായിലിട്ട് കുറച്ചുനേരം ചവയ്ക്കുമ്പോൾ മാത്രം മധുരം അനുഭവപ്പെടുന്നത് പോലെ ഇതിന് നേരിട്ട് മധുരമില്ല. പക്ഷേ ഇത് വളരെ വേഗത്തിൽ പഞ്ചസാരയായി മാറുന്നു. ഈ പരിഷ്കരണത്തിനായി അവർ ഉപയോഗപ്പെടുത്തുന്ന രാസവസ്തുക്കളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ചില ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. സോഡിയം ട്രൈ പോളിഫോസ്ഫേറ്റ്. ഇത് വൃക്കകളെ സമ്മർദ്ദത്തിലാക്കുന്നു. ധമനികളിലെ കാൽസ്യം അടിഞ്ഞുകൂടൽ വർദ്ധിപ്പിക്കുന്നു. കൂടാതെ എല്ലുകളുടെ ബലക്ഷയം കൂട്ടുകയും ധമനികളുടെ പ്രായമാകൽ വേഗത്തിലാക്കുകയും ചെയ്യുന്നു. വിനൈൽ അസറ്റേറ്റ്. ഇത് മനുഷ്യരിൽ ക്യാൻസറിന് കാരണമാകാൻ സാധ്യതയുള്ള രാസവസ്തുവാണ്. സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്. വെള്ളത്തിൽ കലർത്തുമ്പോൾ ഇതിനെ കാർസിനോജനായി അഥവാ ക്യാൻസറിന് കാരണമാകുന്ന വസ്തുവായി കണക്കാക്കി നിയന്ത്രിക്കുന്നു. പക്ഷേ ഭക്ഷ്യ അന്നജത്തിൽ ചേർക്കുമ്പോൾ യാതൊരു നിയന്ത്രണവുമില്ല. ഇത് വൃക്കകളെയും പല്ലിന്റെ ഇനാമലിനെയും ആന്തരിക സ്ഥലങ്ങളെയും നശിപ്പിക്കും. ഈ രാസവസ്തുക്കളെല്ലാം തന്നെ GRAS അഥവാ ജനറലി റിക്കഗ്നൈസ്ഡ് ആസ് സേഫ് എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
അതായത് ദീർഘകാല പഠനങ്ങളൊന്നും കൂടാതെ ഇവ സുരക്ഷിതമാണെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുന്നു. ഈ വസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ രോഗങ്ങളുടെ കാരണം തേടി നമ്മൾ മറ്റെങ്ങും പോകേണ്ടതില്ല. ഈ അന്നജത്തിന്റെ മറ്റൊരു വലിയ തന്ത്രം ഇത് ഉൽപ്പന്നങ്ങളുടെ പോഷക വിവര പട്ടികയിൽ നിന്ന് ഒളിച്ചിരിക്കുന്നു എന്നതാണ്. നിങ്ങൾ ഒരു ഭക്ഷണ വസ്തുവിന്റെ പാക്കറ്റ് എടുത്തു നോക്കുക. അതിൽ ടോട്ടൽ കാർബോഹൈഡ്രേറ്റ് 16 ഗ്രാം ഉണ്ടാകാം, ഫൈബർ 1 ഗ്രാം, ഷുഗർ 0 ഗ്രാം, ബാക്കി 15 ഗ്രാം എവിടെ പോയി? അതാണ് ഈ പരിഷ്കരിച്ച അന്നജം. ഇത് കാർബോഹൈഡ്രേറ്റ് എന്ന പേരിനു പിന്നിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ചേരുവകൾ അഥവാ ഇൻഗ്രീഡിയൻസ് എന്ന ഭാഗം ശ്രദ്ധിച്ച് വായിച്ചാൽ മാത്രമേ മോഡിഫൈഡ് ഫുഡ് സ്റ്റാർച്ച്, മോഡിഫൈഡ് കോൺ സ്റ്റാർച്ച്, വീറ്റ് സ്റ്റാർച്ച് തുടങ്ങിയ പേരുകളിൽ ഇവനെ കണ്ടെത്താൻ കഴിയൂ. ഈ കേടായ അന്നജം പ്രമേഹത്തിന്റെ സങ്കീർണതകൾക്കും തലച്ചോറിലെ അൾഷിമേഴ്സ് പ്ലാക്കുകൾക്കും കരളിന്റെ ഫൈബ്രോസിസിനും നേരിട്ട് ഉത്തരവാദിയാണ്. ഇതുമാത്രമല്ല, ഈ അന്നജം ഗ്ലൂക്കോസായി മാറുമ്പോൾ ഉണ്ടാകുന്ന ഉപോൽപ്പന്നങ്ങൾ, അതായത് അൾഡഹൈഡ് പോലുള്ള വിഷവസ്തുക്കൾ നമ്മുടെ ശരീരത്തിന് അതീവ ദോഷകരമാണ്. മൃതദേഹങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗപ്പെടുത്തുന്ന അതേ രാസവസ്തുക്കളുടെ തന്മാത്ര ഘടനയോട് സാമ്യമുള്ള വിഷവസ്തുക്കളാണ് ഇവ. എന്നാൽ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മുടെ ഫാസ്റ്റ് ഫുഡിലെയും ജങ്ക് ഫുഡിലെയും പ്രധാന ചേരുവകൾ എന്തൊക്കെയാണ്? പഞ്ചസാര, വിത്ത് എണ്ണകൾ അഥവാ സീഡ് ഓയിൽസ്, പിന്നെ ഈ പരിഷ്കരിച്ച അന്നജം. ഈ അന്നജം സീഡ് ഓയിൽസ് ചേർത്ത് ചൂടാക്കുമ്പോൾ അത് നിങ്ങളുടെ കോശങ്ങൾക്ക് മാരകമായ ഒരു സംയോജിത വിഷസൂപ്പായി മാറുന്നു. ഉദാഹരണത്തിന്, നമ്മൾ കഴിക്കുന്ന ചിപ്സുകൾ എടുക്കുക. അതിൽ 65% വരെ അന്നജവും 30% വരെ സീഡ് ഓയിലുമാണുള്ളത്. ക്രാക്കറുകളിൽ 70% അന്നജവും 25% സീഡ് ഓയിലുമുണ്ട്. ബ്രെഡിൽ 75% അന്നജവും 15% സീഡ് ഓയിലും കാണാം. അപ്പോൾ നിങ്ങൾ പഞ്ചസാരയെക്കുറിച്ച് മാത്രം സംസാരിക്കുമ്പോൾ ഏറ്റവും വലിയ വില്ലനായ അന്നജം ഈ ജങ്ക് ഫുഡ് ഉൽപ്പന്നങ്ങളുടെ 55% മുതൽ 75% വരെ കൈവശപ്പെടുത്തിയിരിക്കുന്നു എന്ന സത്യം മറക്കരുത്. പഞ്ചസാരയുടെ പങ്ക് 5% മുതൽ 20% വരെ മാത്രമാണ്. ചുരുക്കത്തിൽ, നിങ്ങൾ കഴിക്കുന്ന പാക്കറ്റ് ഭക്ഷണങ്ങളെല്ലാം ഈ 3 ഘടകങ്ങളുടെ ഒരു വിഷക്കൂട്ടാണ്: പരിഷ്കരിച്ച അന്നജം, വിത്ത് എണ്ണകൾ, കൃത്രിമ പഞ്ചസാരകൾ. ഒരു ഭക്ഷണത്തിന്റെ നിർവചനം എന്താണ്? ജീവനെ നിലനിർത്താനും കോശങ്ങളുടെ വളർച്ചയ്ക്കും കേടുപാടുകൾ തീർക്കാനും കഴിക്കുന്ന വസ്തു. ഈ ഇൻഡസ്ട്രിയൽ സ്റ്റാർച്ച് ഈ നിർവചനത്തിൽ ഒരിടത്തും വരുന്നില്ല. ഇത് ഒരു ഫില്ലർ മാത്രമാണ്. എങ്കിലും നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് ഇതിനെ ഭക്ഷണം എന്ന പേരിൽ വിറ്റഴിക്കുന്നു. ഞെട്ടിക്കുന്ന ഒരു കണക്കുകൂടി കേൾക്കുക. കൊച്ചുകുട്ടികൾ കഴിക്കുന്ന കാലറിയിൽ 65%വും കൗമാരക്കാർ കഴിക്കുന്നതിൽ 70%വും അൾട്രാ പ്രോസസ്ഡ് ഭക്ഷണങ്ങളാണ്. ഇതിൽ ഏറിയ പങ്കും ഈ ഇൻഡസ്ട്രിയൽ സ്റ്റാർച്ചാണ്. ഒരു കൗമാരക്കാരൻ പ്രതിവർഷം 100 പൗണ്ടിലധികം, അതായത് 45 കിലോയിലധികം ഈ വിഷ അന്നജം കഴിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാവി തലമുറയുടെ ആരോഗ്യം എത്രമാത്രം അപകടത്തിലാണെന്ന് ഊഹിക്കാമല്ലോ. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ പഞ്ചസാരയെ മാത്രം പേടിച്ചാൽ പോരാ. പോഷകങ്ങളുടെ പട്ടികയിൽ കാർബോഹൈഡ്രേറ്റ് എന്ന വിഭാഗത്തിൽ 0ന് അടുത്തതല്ലാത്ത ഫൈബറും വലിയ അളവിൽ ഷുഗറും ഇല്ലെങ്കിൽ ഉടൻ തന്നെ ചേരുവകൾ എന്ന ഭാഗം പരിശോധിക്കുക. മോഡിഫൈഡ് ഫുഡ് സ്റ്റാർച്ച്, കോൺ സ്റ്റാർച്ച്, മാൾട്ടോഡെക്സ്ട്രിൻ പോലുള്ള പേരുകൾ കണ്ടാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് പഞ്ചസാരയേക്കാൾ അപകടകാരിയായ ലാബിൽ ഉണ്ടാക്കിയെടുത്ത ഒരു വിഷപ്പശയാണെന്ന് തിരിച്ചറിയുക. പഞ്ചസാരയെക്കുറിച്ച് മാത്രമുള്ള നമ്മുടെ ശ്രദ്ധ മാറ്റി ഈ രഹസ്യവില്ലനെ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് ആരോഗ്യകരമായ ഒരു ജീവിതം തിരിച്ചുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ആരോഗ്യത്തിന്റെ ആദ്യ പാഠം നിങ്ങൾ കഴിക്കുന്നത് എന്തെന്ന് അറിയുക എന്നതാണ്. നന്ദി.